So communication electronics in the second module ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സെക്കൻഡ് മൊഡ്യൂൾ modulation. സോ ആംഗുലർ മോഡുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ സാധനം തന്നെയാണ്. ലൈക്ക് ദർ ആർ ബേസിക്കലി 3 types of modulation: amplitude modulation, frequency modulation and phase modulation. 3 types of analog modulations. Okay, അതിൽ ഈ പറഞ്ഞ ഫ്രീക്വൻസി മോഡുലേഷനെയും ഫേസ് മോഡുലേഷനെയും ആംഗുലർ മോഡുലേഷൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് തിരിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ദി ആംഗിൾ ദാറ്റ് ഈസ് ചേഞ്ചിങ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ കേസിൽ കരിയർ ഫ്രീക്വൻസീൻ്റെ ആംപ്ലിറ്റ്യൂഡ് വിൽ ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻഫർമേഷൻ സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആംഗുലർ മോഡുലേഷൻ ലൈക്ക് ഫ്രീക്വൻസി മോഡുലേഷൻ ഓർ ഫേസ് മോഡുലേഷൻ, ഇറ്റ്സ് ദി ആംഗിൾ ദാറ്റ് ഈസ് ചേഞ്ചിങ്. ഞാൻ കുറച്ചും കൂടി വ്യക്തമാക്കാം. എനിവേ, ഓക്കെ, സോ അതായത് സിഗ്നലിൻ്റെ ഫേസ് ഉണ്ടല്ലോ, ലൈക്ക് PHAC അല്ല, ഫേസ്, FAC, ഫേസ്, ദ ഫേസ് ഓഫ് ദ സിഗ്നൽ വിൽ വേരി. ഓക്കെ, അതാണ് നമ്മൾ ആംഗുലർ മോഡുലേഷൻ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഇവരെ രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ഫേസ് മോഡുലേഷൻ. സോ ഫ്രീക്വൻസി മോഡുലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആംപ്ലിറ്റ്യൂഡിലേക്ക് ഒന്നും കൂടെ പറയാം. വെൻ ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കരിയർ സിഗ്നൽ അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി RF സിഗ്നൽ ഈസ് വേരിഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മെസ്സേജ് സിഗ്നൽ. മെസ്സേജ് സിഗ്നലിന് ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷേ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കരിയർ ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നതിനെയാണ് നമ്മൾ AM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസി മോഡുലേഷൻ ആണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കുക, ദി ഫ്രീക്വൻസി ഓഫ് ദി കരിയർ സിഗ്നൽ ഈസ് വേരിഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മെസ്സേജ് സിഗ്നൽ. അതായത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദിസ് ഈസ് ദ മെസ്സേജ് സിഗ്നൽ ആൻഡ് ദിസ് ഈസ് ദ കരിയർ സിഗ്നൽ. ഒരു മോഡുലേഷനിലും മെസ്സേജ് സിഗ്നലിനൊന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കരുത് അല്ലേ. അതിന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് we cannot retrieve the message signal. Okay, so whatever happens is happening in the carrier signal അല്ലെങ്കിൽ high frequency signal. Okay, so ഇവിടുത്തെ കേസിൽ the amplitude remains the same. See, the output frequency modulated signal, the amplitude remains the same, but the frequency changes in accordance with the amplitude of the modulating frequency അല്ലെങ്കിൽ modulating signal. So the frequency of the carrier signal will change in accordance with the amplitude of the message signal. AM case, the amplitude of the carrier signal changes in accordance with the amplitude of the message signal. In this case, the frequency is changing in accordance with the amplitude of the message signal. See, on the output high frequency modulated signal, like for positive half you have a frequency. See, this is positive half, and for negative half you have different frequency. So the frequency is changing. A carrier signal the frequency is changing with respect to the amplitude of the modulating message signal. Ini ഇവിടെ നോക്കിയാൽ വീണ്ടും the same frequency is repeating in the positive half, and in negative half start ചെയ്യുമ്പോൾ it's a same low frequency. See the low frequency. So amplitude അനുസരിച്ച് ഇവിടെ frequency ചേഞ്ച് ആവുക. ഇതിൽ ഓരോ ആംപ്ലിറ്റ്യൂഡിനും ഓരോ ഫ്രീക്വൻസി ചേഞ്ച് സംഭവിക്കും. ഓക്കെ, സോ ഫ്രീക്വൻസി മോഡുലേഷൻ്റെ ഒരു കോംപ്ലക്സിറ്റി അതാണ്. അതായത് ഈ പറയുന്ന ഓരോ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചിനും ഇവിടെ ഫ്രീക്വൻസി വിൽ ചേഞ്ച്. ഓക്കെ, ഇവിടെ ചിത്രത്തിൽ അല്ലെങ്കിൽ ഇൻ ദിസ് ഡയഗ്രാം ഇറ്റ് ഈസ് നോട്ട് വെൽ ഇൻഡിക്കേറ്റഡ് ദാറ്റ് സ്മോൾ ചേഞ്ചസ് ഒന്നും ഇൻഡിക്കേറ്റ് ചെയ്തില്ല. ഡെഫിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ഫിഗർ വരച്ചിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ് ലൈക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഇതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഈ ഒരു ഡയഗ്രാം മതി. പക്ഷേ ആക്ച്വലി സംഭവിക്കുന്നത് ദർ ആർ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് ഇൻ ദി FM സിഗ്നൽ എന്നാണ്. ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നലിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ടൈമിലും ആംപ്ലിറ്റ്യൂഡ് മാറുകയാണ്. ഈ ഓരോ മാറ്റത്തിനും ഓരോ ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഓരോ ഫ്രീക്വൻസിയാണ്. Clear? So the amplitude won't change, the frequency will change in accordance with the instantaneous change of the, വേണമെങ്കിൽ അങ്ങനെയും കൂടി ഡിഫൈൻ ചെയ്യാം, in accordance with the instantaneous change of the amplitude of the message signal. Clear? Okay. ഇനി ഫേസ് മോഡുലേഷൻ. ഫേസ് മോഡുലേഷൻ ആണെങ്കിൽ the phase of the
carrier signal. എല്ലാം carrier signal ആണ് modulate ചെയ്യുന്നത്. Okay, the phase of the carrier signal will vary in accordance with the amplitude of the message signal. See, അതായത് പോസിറ്റീവ് ഹാഫിന് ഒരു ഫേസ്, നെഗറ്റീവ് ഹാഫ് ഏകദേശം അത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഗോയിങ്ങിലേക്ക് തുടങ്ങുമ്പോൾ ദ ഫേസ് വിൽ സഡൻലി ചേഞ്ച്. ഉണ്ടോ? ഫേസ് ഇൻവേർട്ട് ചെയ്തതുണ്ടോ? സോ ദ ഫേസ് വിൽ സഡൻലി ചേഞ്ച് ആൻഡ് അഗെയിൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ പോസിറ്റീവ് സൈഡ്, സോ ദ ഫേസ് വിൽ ചേഞ്ച് അഗെയിൻ ലൈക്ക് ദിസ്. ഇവിടെ എങ്ങനെയാണോ തുടങ്ങിയത് അതേപോലെ ഫേസ് വിൽ ചേഞ്ച്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ദി ഫേസ് ഈസ് ചേഞ്ചിങ്. സോ ഇവിടെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തതായിട്ട് കാണാൻ കഴിയും അല്ലേ? കുറച്ചും കൂടെ എന്താ പറയുക, ലോ ഫ്രീക്വൻസിയിലേക്ക് വന്നു ഇവിടെ എത്തിയപ്പോൾ. പക്ഷെ അതൊരിക്കലും സംഭവിക്കുന്നില്ല. ഈ ഡയഗ്രാം ഇൻഡിക്കേഷൻ കുറച്ച് തെറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ലൈക്ക് ദാറ്റ്. അതായത് കരിയർ സിഗ്നലിൻ്റെ ഫേസ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്, ഇവിടെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നില്ല. ദ ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എ മോഡുലേഷൻ്റെ കേസിൽ ഫ്രീക്വൻസി ആൻഡ് ഫേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓഫ് ദി കരിയർ സിഗ്നൽ. എഫ് എമ്മിൻ്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് റിമെയിൻസ് ദി കോൺസ്റ്റൻറ്റ്. ആൻഡ് പി എമ്മിൻ്റെ കേസിൽ it's the amplitude and frequency remains constant, the phase changes. Okay, so ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദി ഫേസ് ഓഫ് ദി ഫേസ് എന്ന് വെച്ചാൽ എന്താ, സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്. അതിനാണ് നമ്മൾ ആ ആംഗിൾ, ദിസ് ഈസ് ഇറ്റ് ഈസ് ലൈക്ക് 180 ഡിഗ്രി. സോ 180 ഡിഗ്രിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 0 ഡിഗ്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, 180 ഡിഗ്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ദ ഫേസ് ഈസ് ചേഞ്ചിങ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് ഓഫ് ദി മെസ്സേജ് സിഗ്നൽ. ഇവിടുത്തെ കേസിൽ എന്താ പറയുക, ഫ്രീക്വൻസി ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. ദിസ് ടൈപ്പ് ഓഫ് ഫേസ് മോഡുലേഷൻ ഈസ് നോട്ട് ഓഫൺ യൂസ്ഡ്. ഇത് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മോഡുലേഷൻ അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഫേസ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ മെസ്സേജ് സിഗ്നൽ വിൽ വേരി. സോ നോയ്സ് കയറിക്കൂടാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ടൈപ്പ് ഓഫ് മോഡുലേഷനാണ് ഫേസ് മോഡുലേഷൻ. അതുകൊണ്ട് തന്നെ ഫേസ് മോഡുലേഷൻ അധികം യൂസ് ചെയ്യുന്നില്ല. കാരണം നിങ്ങളും കേട്ടിട്ടുണ്ടാവില്ല, പി എം എന്ന് പറയുന്നത് വളരെ ചില പെർട്ടിക്കുലർ കൺട്രീസ് മാത്രമേ പി എം യൂസ് ചെയ്യുന്നുള്ളൂ, പി എം ബി യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഉള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. എഫ് എം നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും, എ എം ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റേഡിയോ വീട്ടിൽ റേഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ബട്ട് പി എം ഈസ് നോട്ട് വെരി കോമൺ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം, ഫേസ് മോഡുലേഷൻ ടെക്നിക്ക്. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദി ഫേസ് ഓഫ് ദി കരിയർ സിഗ്നൽ വിൽ വേരി ഇൻ അക്കോർഡൻസ് വിത്ത് ദി amplitude of the message signal. That's known as phase modulation, keeping frequency and amplitude constant. Okay, so എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ്. ഓക്കെ, മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് 3 ടൈപ്പ് ഓഫ് മോഡുലേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വെദർ ഇറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ഓർ ഫേസ്, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മെസ്സേജ് സിഗ്നൽ. കരിയർ സിഗ്നലിൻ്റെ 3 പ്രോപ്പർട്ടിയും 3-ൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വേരി ചെയ്യും, ഐദർ ആംപ്ലിറ്റ്യൂഡ് or frequency or phase. So ഇതാണ് 3 types of modulation technique. Okay, now frequency modulationൻ്റെ modulation index അല്ലെങ്കിൽ modulation index എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് മോഡുലേഷൻ. എത്ര നമ്മൾ എ എമ്മിൽ 100%, 50%, 150%, അതായത് അണ്ടർ മോഡുലേഷൻ, ഓവർ മോഡുലേഷൻ, ഫുൾ മോഡുലേഷൻ, ഇതൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ എഫ് എമ്മിലും ഒരു മോഡുലേഷൻ ഇൻഡെക്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് ആസ് ഡെൽറ്റ ബൈ എഫ് എം. Okay, one modulation index MF is given as delta by FM, and delta is the maximum frequency deviation. എന്താണ് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ? അതായത് കരിയറിന് ഒരു റെസണൻറ്റ് ഫ്രീക്വൻസി ഉണ്ടാവും. സി, ദിസ് ഈസ് ദി റെസണൻറ്റ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും കരിയർ സിഗ്നലിന്. ഈ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ നിന്ന് മാക്സിമം എത്ര ഡീവിയേറ്റ് ചെയ്യുന്നു? സി, ദ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ഓഫ് ദി കരിയർ ബൈ ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. അതായത് മോഡുലേറ്റിംഗ് സിഗ്നൽ കൊണ്ട് ആക്ച്വൽ കരിയർ ഫ്രീക്വൻസിയിൽ നിന്ന് എത്ര മാറുന്നു, എത്ര ഡീവിയേഷൻ വരുന്നു, അത് മാക്സിമം ഡീവിയേഷൻ ആണ് ഡെൽറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് യു ക്യാൻ ഡിഫൈൻ ഡെൽറ്റ ഈസ് ഡെൽറ്റ എഫ് മാക്സ് ഡിവൈഡഡ് ബൈ എഫ് സീറോ അല്ലെങ്കിൽ എഫ് സി. ദിസ് ഡെൽറ്റ കുഡ് ബി ഡിഫൈൻഡ്. നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം ഡിഫൈൻ ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, അതാണ് ഞാനിപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദിസ് ഡെൽറ്റ കുഡ് ബി റിട്ടേൺ ആസ് എഫ് മാക്സ്, അതായത് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേറ്റഡ് അനലോഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഉണ്ടാവുന്ന മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, മൈനസ് ദി ആക്ച്വൽ കരിയർ ഫ്രീക്വൻസി എഫ് സി. സോ എഫ് സി എന്ന്
എത്ര ഫ്രീക്വൻസി ഷിഫ്റ്റ് വരുന്നു എന്നുള്ളതാണ് ഡെൽറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എഫ് എം ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. നമ്മുടെ മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ് എഫ് എം. സോ ദ മാക്സിമം ഡീവിയേഷൻ ഡിവൈഡ് ബൈ ദി ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് ദി മെസ്സേജ് സിഗ്നൽ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യു ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. അതായത് കരിയർ സിഗ്നൽ ഇൻപുട്ട് സിഗ്നലിൻ്റെ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചുള്ള മാക്സിമം ഡീവിയേഷനാണ് ഡെൽറ്റ, ആൻഡ് എഫ് എം ഈസ് ദി frequency of the modulating signal. Clear? So this is the equation that gives the modulation index of frequency modulated signal. Okay. Now the spectrum. So ഇതാണ് ഒരു ഐഡിയൽ ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് എഫ് എം. സോ നമ്മൾ പറഞ്ഞു ഓരോ ഇൻസ്റ്റൻറ്റേനിയസ് നമ്മൾ ഫ്രീക്വൻസി സ്പെക്ട്രം എന്താണെന്ന് മുമ്പ് കണ്ടിരുന്നു. അതായത് എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയാണ് ഡിറ്റർമിൻ ചെയ്യുക. സോ ഇറ്റ്സ് നോൺ ആസ് ഫ്രീക്വൻസി ഡൊമൈൻ. നമ്മൾ മുമ്പൊക്കെ പഠിച്ചിരുന്ന ടൈം ഡൊമൈനാണ്. സോ ദിസ് ഈസ് ഫ്രീക്വൻസി ഡൊമൈൻ ആൻഡ് ദിസ് ഈസ് ആംപ്ലിറ്റ്യൂഡ്. സോ നിങ്ങൾക്ക് ഇതൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി എഫ് എമ്മിൽ എ എമ്മിൻ്റെ കേസിൽ രണ്ട് ബാൻഡേ ഉള്ളൂ അല്ലേ, രണ്ട് ഫ്രീക്വൻസീസേ ഉള്ളൂ, നെഗറ്റീവ് ഫ്രീക്വൻസി, പോസിറ്റീവ് ഫ്രീക്വൻസി, ആൻഡ് ഓഫ് കോഴ്സ് ദിസ് സെൻട്രൽ കരിയർ ഫ്രീക്വൻസി. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചിനും മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിൻ്റെ ഓരോ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചിനും ഫ്രീക്വൻസി മാറുന്നുണ്ട്. ആക്ച്വലി അതാണ് ദി ഫ്രീക്വൻസി ഓഫ് ദി കരിയർ സിഗ്നൽ അല്ലെങ്കിൽ ആർ എഫ് സിഗ്നൽ വിൽ ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മെസ്സേജ് സിഗ്നൽ എന്നാണ് നമ്മൾ ഡെഫിനേഷൻ കണ്ടത്. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോ വട്ടം ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുമ്പോഴും കരിയറിൻ്റെ ഫ്രീക്വൻസി മാറി വരും. ഓക്കെ, എന്നുവെച്ചാൽ മൈന്യൂട്ട് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചിനും ഇവിടെ മൈന്യൂട്ട് ഫ്രീക്വൻസി ചേഞ്ച് സംഭവിക്കും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സർക്യൂട്ട്. ഫ്രീക്വൻസി മോഡുലേഷൻ്റെ സർക്യൂട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇറ്റ് വിൽ ഹാവ് എൻ ഇനോർമസ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ്. ഇഷ്ടംപോലെ ഫ്രീക്വൻസീസ് ഉണ്ടാവും അല്ലേ, കാരണം ഈ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറച്ചായിട്ട് മൈന്യൂട്ടായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ചേഞ്ച് ചെയ്തിരിക്കുമ്പോൾ ഓരോ ആംപ്ലിറ്റ്യൂഡിനും ഓരോ ഫ്രീക്വൻസി ചേഞ്ച് സംഭവിക്കും, അല്ലെങ്കിൽ ഓരോ ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ടാണ് ദ ബാൻഡ് വിഡ്ത്ത് ഈസ് ഇൻഫൈനൈറ്റ്. സോ ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് എഫ് എം ഈസ് ഇൻഫൈനൈറ്റ്. കാരണം നമുക്കൊരിക്കലും ഒരു ഫൈനൈറ്റ് റെജീമിൽ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ആംപ്ലിറ്റ്യൂഡ് ഇൻസ്റ്റൻറ്റേനിയസ്ലി മാറുകയാണ് എന്ന് മെസ്സേജിൻ്റെ. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ദി ആംപ്ലിറ്റ്യൂഡ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. ഞാൻ സംസാരിക്കുന്ന ആംപ്ലിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും. സോ ഈ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഫ്രീക്വൻസീസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിൻ്റെ സ്പെക്ട്രം ഇങ്ങനെ. സോ യു ഹാവ് എ കരിയർ ഫ്രീക്വൻസി, ദെൻ യു ഹാവ് ഓഫ് കോഴ്സ് ആൻ അപ്പർ ആൻഡ് ലോവർ സൈഡ് ബാൻഡ്. കാരണം എന്താ, യു ക്യാൻ സീ ഹിയർ അപ്പർ ആൻഡ് ലോവർ. സോ അതെന്തായാലും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യും. അത് കൂടാതെ അതിൽ തന്നെ യു ഹാവ് എനോർമസ് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ്. ഇവിടുത്തെ കേസിൽ രണ്ട് ഫ്രീക്വൻസി മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞ വൺ ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് അനദർ ഫ്രീക്വൻസി, സെയിം ഫ്രീക്വൻസി ആൻഡ് ഈ ലോ ഫ്രീക്വൻസി തന്നെ ഇവിടെയും. ഇത് രണ്ടെണ്ണേ കാണിച്ചിട്ടുള്ളൂ, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ബട്ട് ഇൻഫാക്ട് റിയൽ ലൈഫിൽ വിൽ ബി ലൈക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് ഫോർ എഫ് എം. ഓക്കെ, സോ യു ഹാവ് ഫസ്റ്റ് ബാൻഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ FC plus FM. Then you have FC plus 2FM. So FC is carrier frequency and FM is the modulating frequency, അല്ലെങ്കിൽ message signal frequency. Then FC plus 3FM, 4FM, 5FM, it goes on like that. You don't have a limit. കാരണം എന്താ, ആംപ്ലിറ്റ്യൂഡ് എത്ര ചേഞ്ച് ചെയ്യുന്നു അതിനനുസരിച്ച് ഇവിടെ ഫ്രീക്വൻസിയും പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ലോവർ സൈഡ് ബാൻഡ് FC -FM, -2FM, -3FM, -4FM, -5FM, goes on like that. So this is the frequency spectrum of FM. സോ നിങ്ങൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ്. സോ ദിസ് ഈസ് ദി അണ്ടർലൈൻ ഓഫ് ദി സ്റ്റോറി. കാരണം വീണ്ടും ഞാൻ പറയുകയാണ്, ആംപ്ലിറ്റ്യൂഡ് മാറ്റത്തിനനുസരിച്ച് ഇവിടെ പുതിയ ഫ്രീക്വൻസി ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഈവൻ എ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് വിൽ പ്രൊഡ്യൂസ് എ ന്യൂ ഫ്രീക്വൻസി ആൻഡ് ദാറ്റ് ഫ്രീക്വൻസി വിൽ ബി ലൈക്ക് എ ഡീവിയേറ്റഡ് ഫ്രം FC സെൻട്രൽ ഫ്രീക്വൻസിയിൽ നിന്ന്. അതാണ് നേരത്തെ പറഞ്ഞ ആ മോഡുലേറ്റിംഗ് മോഡുലേഷൻ ഇൻഡെക്സ് നമ്മൾ കണ്ട ഡെൽറ്റ. ഓക്കെ, സോ ആ ചെറിയ ഷിഫ്റ്റ് പോലും പ്രൊഡ്യൂസ് എ ന്യൂ ഫ്രീക്വൻസി ബാൻഡ് ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. സോ FC plus NFM and FC minus NFM. So this is how you represent the frequency spectrum of FM. Okay, hope you understood. Ini how can you compare FM and PM? So frequency modulation is proportional to modulating voltage. നമ്മൾ നേരത്തെ കണ്ട പോലെ deviation of the carrier frequency is proportional to the amplitude of the മെസ്സേജ് സിഗ്നൽ. അതാണ് നേരത്തെ അതേ സാധനം തന്നെ. ആൻഡ് ഫേസ്, ഇവിടെ ഫേസ് ആണ് ഡിവിയേറ്റ് ചെയ്തത്. ഫേസ് ഡീവിയേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി.
ദെൻ എഫ് എമ്മിൻ്റെ കേസിൽ നോയ്സ് ഇമ്മ്യൂണിറ്റി ഈസ് ബെറ്റർ ദാൻ എ എം ആൻഡ് പി എം. നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ആൻഡ് നോയ്സ് ഇമ്മ്യൂണിറ്റി ഈസ് ബെറ്റർ ദാൻ എ എം ബട്ട് വേഴ്സ് ദാൻ എഫ് എം. അതും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. പി എം നമ്മൾ അധികം യൂസ് ചെയ്യാത്തതിൻ്റെ റീസൺ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞേ ഉള്ളൂ. നോയ്സ് ഇമ്മ്യൂണിറ്റി എഫ് എം ആണ് ഏറ്റവും സുപ്പീരിയർ. ദെൻ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, അതായത് എത്ര കണ്ട് സിഗ്നൽ നോയ്സിനെക്കാട്ടിലും വിട്ടിരിക്കുന്നു, അതാണ് എസ് എൻ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എസ് എൻ ആർ ഈസ് വെരി വെരി ഹൈ, ദെൻ we have a very good signal, അങ്ങനെയാണ് പറയാം. സോ എസ് എൻ ആർ ഷുഡ് ബി വെരി ഹൈ. സോ എസ് എൻ ആർ ഈസ് ബെറ്റർ ദാൻ പി എം. ദെൻ പി എമ്മിൻ്റെ കേസിൽ എസ് എൻ ആർ ഈസ് വേഴ്സ്. ദെൻ എഫ് എം ഈസ് വൈഡ്ലി യൂസ്ഡ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എഫ് എം ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. പി എം ഈസ് യൂസ്ഡ് ഓൺലി ഇൻ മൊബൈൽ സിസ്റ്റംസ്. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ ടു റിസീവ് എഫ് എം ആൻഡ് പി എം ടുഗദർ. അതായത് എഫ് എം പി എമ്മും നമുക്ക് റിസീവ് ചെയ്യാൻ കഴിയും. ലൈക്ക് പി എം റിസീവറിൽ എഫ് എം റിസീവ് ചെയ്യാൻ കഴിയും. പക്ഷേ എഫ് എം റിസീവറിൽ പി എം again you can, like one single receiver can receive both, but AM receiver AMൽ നിങ്ങൾക്ക് പിന്നെ പി എമ്മും എഫ് എമ്മും റിസീവ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ. ദെൻ മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോഡുലേറ്റിംഗ് വോൾട്ടേജ് ആസ് വെൽ ആസ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. സോ ഈ ഇൻഡെക്സ് ഈസ്, കാരണം എന്താ, ഡെൽറ്റ, ഇതാണ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി, ആൻഡ് മോഡുലേറ്റിംഗ് വോൾട്ടേജ് ഈസ് എഫ് എം. ഓക്കെ. അപ്പോൾ ദ മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദാറ്റ്. ഇവിടുത്തെ മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോഡുലേറ്റിംഗ് വോൾട്ടേജ് എലോൺ. പി എമ്മിൻ്റെ കേസിൽ മോഡുലേറ്റിംഗ് വോൾട്ടേജിന് മാത്രം, എന്താ കാരണം, ഫ്രീക്വൻസി ഡീവിയേഷൻ സംഭവിക്കുന്നില്ല, ഫേസ് മാത്രമേ മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. സോ ഓൺലി മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ മോഡുലേറ്റിംഗ് വോൾട്ടേജ്, അല്ലെങ്കിൽ മെസ്സേജ്. മോഡുലേറ്റിംഗ് വോൾട്ടേജ് എന്ന് വെച്ചാൽ മെസ്സേജ് സിഗ്നൽ. ഓക്കെ. എവിടെയൊക്കെ നിങ്ങൾ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്നോ മോഡുലേറ്റിംഗ് വോൾട്ടേജ് എന്നോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെസ്സേജ് സിഗ്നൽ. കാരണം ഹൈ ഫ്രീക്വൻസീനെ എപ്പോഴും ആർ എഫ്, കരിയർ ഇങ്ങനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ദിസ് ഇൻഡെക്സ് ഈസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ മോഡുലേറ്റിംഗ് വോൾട്ടേജ്, ബട്ട് ഹിയർ ദി ഇൻഡെക്സ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ മോഡുലേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. സോ ഇതാണ് എഫ് എമ്മിൻ്റെയും പി എമ്മിൻ്റെയും കമ്പാരിസൺ. ഓക്കെ. സോ ഇൻ ഷോർട്ട്, എഫ് എം ഈസ് ഫാർ ഫാർ സുപ്പീരിയർ ദാൻ പി എം ആൻഡ് എ എം. അത് നോയ്സ് ബേസിലാണെങ്കിലും സിഗ്നൽ ടു നോയ്സ് റേഷ്യോയുടെ ഭാഗത്തിലാണെങ്കിലും വൈഡ്ലി യൂസ്ഡ് പിന്നെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണെങ്കിലും എഫ് എം ഈസ് ഫാർ ഫാർ ബെറ്റർ ദാൻ പി എം ആൻഡ് എ എം. അതുകൊണ്ട് തന്നെയാണ് മഞ്ചേരിയിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എഫ് എം, ഈവൻ യു ആർ ഗെറ്റിംഗ് ഇൻ മുക്കം അല്ലെങ്കിൽ കോഴിക്കോട്, ഇത്രയും 60-70 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എഫ് എം നിങ്ങൾക്ക് വളരെ ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ റിസീവ് ചെയ്യാൻ കഴിയും. ബട്ട് എ എം, നോ, യു കനോട്ട് റിസീവ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ സോ ഫാർ. ഇത്രയും ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ഒരിക്കലും എ എം റിസീവ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ. സോ ദിസ് ഈസ് ഹൗ യു കമ്പയർ എഫ് എം ആൻഡ് പി എം. ഓക്കെ. സോ വി വിൽ കണ്ടിന്യൂ.